പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ക്യൂൻസ്ലാൻഡിൽ ഇപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് ആണ് കേട്ടോ. 2 ആഴ്ച അവധിയുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് അവിടെയൊക്കെ പോവാൻ കരുതി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൽപ്പാക്ക ഫാമിലേക്കാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഓരോ ടൈം സ്ലോട്ട് കിട്ടും. അപ്പോൾ ആ സമയത്തേക്കായിട്ട് നമുക്ക് ചെന്നാൽ മതി. അവിടെ ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്യാൻ പാടുമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആ ടൈമിൽ കുറച്ച് മുമ്പേ എത്തി നമ്മളവിടെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മളവിടെ തന്നെ കയറി ഫുഡൊക്കെ കഴിച്ചു കുറച്ച് നേരം ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ ഈ അൽപ്പാക്കകളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ആയപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് ചെന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി. 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. കുറേ കാടും മലയും കുന്നും ഒക്കെ താണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയതെന്ന് പറയാം. ഇങ്ങോട്ടുള്ള വഴി വളരെ ഭംഗി ഉള്ളതാണ് കേട്ടോ. അത് യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ രസമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എത്തി. കാണുന്നതൊക്കെ മുന്തിരി വള്ളികളാണ്. ഇപ്പം അതിലൊന്നും ഇലയൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ സീസൺ അല്ല തോന്നുന്നുണ്ട്. നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നോക്കി എങ്ങോട്ടാണ് അപ്പോൾ പോകേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ പോയി ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. ഒരുപാട് ഉള്ളിലേക്കായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ വില എഴുതി വെച്ചിട്ടുണ്ട് കേക്കിൻ്റെ ഒക്കെ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ. മറ്റത് ചെറിയ കേക്കും കോഫിയും ടീ മാത്രമാണ് അവിടെ ഉള്ളൂ. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ അവർ പോയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാട്ടോ. വളരെ നന്നായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ അത് മാത്രമല്ല കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും വിൽക്കുന്നുണ്ട്. അപ്പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഫുഡ് ഓർഡർ ചെയ്യണ നേരം കൊണ്ട് കുറച്ച് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ഫുൾ വൈനാണ് തോന്നുന്നു. അപ്പോൾ ഒരു ലാർജ് കളക്ഷൻസ് തന്നെ ഉണ്ട്. അതുപോലെ ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഫുൾ ഓസ്ട്രേലിയൻ മെയ്ഡ്. ഇത് ജാമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അതൊക്കെ നല്ല ഭംഗിയിലാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ. വേറെയും ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഞാൻ നോക്കിയപ്പോൾ ഇത് നമ്മുടെ ചിരട്ടയാണ്. ചിരട്ടേൻ്റെ ഉള്ളിൽ ക്യാൻഡിലാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്താണാവോ എനിക്കറിയില്ല. കുറേ ക്ലെൻസർ അതുപോലെ സോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഗോട്ടിൻ്റെ ക്യാമലിൻ്റെ ഒക്കെ. പിന്നെ ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടമായി. വളരെ പഴയ ഒരു തയ്യൽ മെഷീനാണ്. അതിനെ പോലും ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ അവിടെ ഒരുപാട് പ്രോഡക്ട്സൊക്കെ വെച്ച് നല്ല ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്ത് നോക്കി, എനിക്ക് മനസ്സിലായില്ല. അതും നല്ല ഭംഗിയുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പുറത്ത് പോയിരുന്നു. ചായ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ചായ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ നമ്മൾ പിസ്സയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഫുഡിനൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ പുറത്താണ് ഇരുന്നത്. ഒരു പിസയ്ക്ക് അവിടെ $30 ചാർജ്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മൾ ഇവിടെ നമ്മുടെ അൽപ്പാക്കേൻ്റെ അടുത്തേക്ക് വന്നിക്കുകയാണ്. അപ്പോൾ ഇതിലാണ് എൻ്റർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിരുന്നു. ഫാമിലി ഒരു ഓഫർ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ $80 4 പേർക്കും കൂടി. 2 അൽപ്പാക്കേനെ നമുക്ക് തരും. 30 minutes നമുക്ക് അവരെ ഫീഡ് ചെയ്യാനൊക്കെ സമയമുണ്ട്, നടത്താനൊക്കെ. പക്ഷെ നമ്മൾ ഒരെണ്ണത്തിനെ വാങ്ങിയുള്ളൂ കേട്ടോ. നമുക്ക് 2 എണ്ണത്തിനൊന്നും പിടിച്ചുകൊണ്ട് നടക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നിനെ വാങ്ങിയേ. 1 മതി പറഞ്ഞു. അപ്പോൾ ഇവിടെ കുറേ ടൈനി ഗിഫ്റ്റ് ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ട്. ടോയ്സൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നല്ല വിലയുമാണ്. അപ്പോൾ
ഇതിൻ്റെ ഒക്കെ ഒരു ചെറിയതായിട്ട് ഞാൻ ഓടിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ എൻ്റെ അടുത്ത അൽപ്പാക്കയുടെ വീഡിയോ പാർട്ട് 2 കാണാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് 2 വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.